നളിനി എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ പോകണം. മറ്റൊരു സ്ത്രീ താഴെ ഉറങ്ങുന്നുണ്ട്. അറിയാം. എങ്കിൽ നിൽക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എത്രയോ വർഷങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. ഇത് മാത്രമൊന്ന് കേൾക്കൂ. എന്ത്? ഞാൻ മരിച്ചത് എങ്ങനെയാണ്? അതിനു മുൻപ് ഞാൻ മരവിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ദീപം 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 ദീപം. എന്താ ദേവി? അമ്മാവനെവിടെ? കുളിക്കാണ്. വിജയേട്ടനോ? അകത്തുണ്ട്. എന്താ കാര്യം? ഏട്ടാ 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 ഏട്ടാ. എന്താ എന്താ ദേവി? എന്താ എന്താ ചേട്ടാ? മധു പറയൂ. മധു മധുവേട്ടൻ മരിച്ചു. പ്രത്യേകിച്ച് വല്ലതും? ഭയപ്പെടാനൊന്നുമില്ല, ചെറിയൊരു ഷോക്കാ. ഒന്നിങ്ങോട്ട് വരൂ, ചോദിക്കട്ടെ. മോളെ നള്ളി, മേനോന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, അടുത്ത കൊല്ലം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടി ഗർഭിണിയാണ്. അന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ ഈ കളി അത്ര നല്ലതല്ലാന്ന്. ഇത് നല്ല കൂത്ത്. ഞാൻ അതിന് കാരണക്കാരി. നീയാണ് ഇതിന് വളവിട്ടത്. ഇപ്പൊ അതീതും പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റാർക്കും വരാം. ചില തെറ്റുകൾ തിരുത്താൻ പറ്റില്ല അപ്പൂട്ട. തിരുത്താൻ വയ്യാത്ത തെറ്റൊന്നും നളിനി ചെയ്തിട്ടില്ല. മാനുള്ള ഒരുത്തൻ ഇനി ഈ വീട്ടിൽ കയറി വരുമോ? വരും, ഇല്ലെങ്കിൽ വരുത്താം. ഇതിപ്പോ അത്ര കാര്യമാക്കൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നമുക്കൊരു വൈദ്യനെ കാണിക്കാം. കരയുണ്ടാവും, എല്ലാം വിധി പോലെയല്ലേ നടക്കൂ. ഏതായാലും ബുദ്ധിമോശം ഒന്നും കാണിക്കാണ്ട് ആശ്രമത്തിൽ വരാൻ തോന്നിയതന്നെ നന്നായി. കരയുണ്ട് മോളെ, വരും. അങ്ങനെ ഞാനവരുടെ അനാഥാശ്രമത്തിൽ ചേർന്നു. അവർ എനിക്ക് അഭയം നൽകി. മറ്റൊരു അനാഥ ശിശുവിന് ജന്മം നൽകാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ഏതായാലും നളിനി ഇപ്പൊ പോകരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇപ്പോഴല്ല, പിന്നെ നാളെ, അല്ലെങ്കിൽ അടുത്ത നാൾ. ടീച്ചർ ഇനിയും പുറപ്പെട്ടില്ലേ? സ്കൂളിലേക്ക് വരണില്ലേ? ഇല്ല. എന്തേ? നല്ല സുഖമില്ല. ഓ, ഈ ലീവ് ലെറ്റർ ഒന്ന് കൊടുത്തേക്കൂ. ശരി മാമനെ, വരൂ. ആ പിന്നെ ബുദ്ധിമുട്ടിക്കല്ല, മധുവേട്ടൻ ഉണർന്നിട്ടില്ല. ഉണർന്നാൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കണം. ശരി. ഉച്ചയ്ക്ക് ഭക്ഷണവും.
ഉണരാം. ഉണരാം. നളിനി പോയില്ലേ? ഇല്ല. ചായ. നിൽക്കൂ. പണിയുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ആഹാരം തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കട്ടെ. എനിക്ക് ആഹാരം വേണ്ട. അതെനിക്ക് പ്രശ്നമല്ല. ഊണായി. ഉണ്ടോളൂ, എനിക്ക് വിശപ്പില്ല. ശരി. താങ്ക്സ്. വേണ്ട, ഞാൻ കഴിക്കൊള്ളാം. ഞാൻ വന്നത് കഥ പറയാനായിരിക്കും. കെട്ടുകഥയില്ല, നടന്ന കഥ. ഇനി നിങ്ങളുടെ ഊഴമല്ലേ, കേൾക്കാം. അന്ന് ഞാൻ ദുബായിക്ക് പോകാൻ നേരം യാത്ര പറഞ്ഞത് ഓർമ്മയില്ലേ? കരയാതിരിക്കും നളിനി, നമുക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ പോണത്. നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ ചിരിച്ച മുഖം ഒന്ന് കാണട്ടെ. വരട്ടെ, വരട്ടെ നളിനി. എയർലൈൻസ് ഓഫീസിൽ നിന്നാണോ കമ്പി അടിച്ചത്? അതറിയില്ല. അടിയിൽ ജോസെന്ന് എഴുതിയിരുന്നു. ആ, അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ആള് തെറ്റിപ്പോയി. തിരുവനന്തപുരത്തുകാരൻ വേറൊരു മധുസൂദൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കടലിൽ വീണതിൽ ഞങ്ങൾ 4-5 പേർ രക്ഷപ്പെട്ടു. അന്ന് ആ ഫിഷിംഗ് ബോട്ടുകാർ കണ്ടില്ലായിരുന്നെങ്കിൽ ജോസിന്റെ കമ്പി ശരിയാകുമായിരുന്നു. അമ്മാവനും അമ്മായും കൂടെ നളിനിയുടെ ഗർഭം നശിപ്പിക്കാൻ നിർബന്ധിച്ചത് കൊണ്ട് അവൾ അവിടെ നിന്നും അന്ന് രാത്രി തന്നെ പോയത്. എവിടെയാണെന്ന് ഒരു വിവരമില്ല. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന് മാത്രം എഴുതിയ കത്ത് കിട്ടി. പാവം, എവിടെയാണാവും.